പിന്നെ എഞ്ചിൻ വർക്കും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് പൊളിച്ച് ഈ ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടി. ഓക്കെ. ക്രാങ്ക് വെയിറ്റ് കൂട്ടുമെന്ന് പറഞ്ഞു. ഇത്ര വെയിറ്റ് ഉണ്ടായിട്ടില്ല. ഇല്ലായിരുന്നു. ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടി. ഇപ്പൊ എനിക്കൊന്ന് പ്ലേറ്റ് ചെയ്തായിരിക്കാം സമയം എടുത്തത്. കാരണം ഏറ്റവും കൂടുതൽ അത് പ്ലേറ്റിംഗ് പാർട്സ് ആണ്. അതെ അതെ. എഞ്ചിനും കംപ്ലീറ്റ് എല്ലാം മാറ്റി, സാധനം ഉള്ളിലൊക്കെ മാറ്റി, ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടി നല്ല ഹെവി ക്രാങ്ക് ഇട്ടു. ഓക്കെ. പിന്നെ മറ്റേ എല്ലാം പുതിയതാ വണ്ടിയിൽ. എല്ലാം ഓൾമോസ്റ്റ് മാക്സിമം പഴയ സാധനം ഒന്നുമില്ല. എനിക്കറിയില്ല ഏതാന്ന് പഴയെന്ന് അറിയില്ല. മനസ്സിലായി. ഇപ്പൊ എല്ലാം പുതിയതാ മാക്സിമം. ഈ സീറ്റ് മാത്രമേ ഞാൻ മുമ്പ് ഉണ്ടായിരുന്നു. സീറ്റും ഈ സീറ്റിലും വർക്ക് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? കവർ ഇട്ടുണ്ട് അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതെല്ലാം ഇത് ഒഴിവായി മറ്റെല്ലാം പുതിയ സാധനം. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഫോണില്, എല്ലാം പുതിയ സാധനം വേണം, പഴയതൊന്നും ഇടാൻ പാടില്ല. ഓൾറെഡി പറഞ്ഞു, അങ്ങനെയാണ് ഇട്ടത്. ഞാൻ പറഞ്ഞു ഇപ്പൊ കുറച്ചുകൂടി 6 മാസം കഴിഞ്ഞ് മാറ്റിയാൽ മതി പറഞ്ഞാലും വിടണ്ട, എല്ലാം പുതിയത് വേണം. കാരണം ഷിജിൻ എപ്പോഴും ഈ ബജറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ബഡ്ജറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഷിജിനോട്. എത്രയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അല്ല, ഞാനതൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ എത്രയാവും ചോദിച്ചിട്ടില്ല. ഞാൻ ആണോ? എത്രയാവും ചോദിച്ചിട്ടില്ല. ഞാനത് ഇഷ്ടംപോലെ ചെയ്യേണ്ട ആഗ്രഹം പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. ഇപ്പൊ ഞാൻ ലോക്കൽ ഉണ്ടെങ്കിലും ഇടയ്ക്കിടെ വന്ന് നോക്കാം. അതല്ല, ഞാൻ ഫോണിൽ ചോദിക്കും എന്താ പണി കഴിഞ്ഞു ചോദിക്കാം, അത്രേ ഉള്ളൂ. ഞാനിതും പാഴ്സൽ ചെയ്യുവാണ് ചെയ്തല്ലേ? പാഴ്സൽ ചെയ്തു. ഇവിടെ ഷിജിന് പോയി വാങ്ങി പിക്കപ്പ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വണ്ടി നല്ല സുഖം ഓടിക്കാൻ. ഒരു മുമ്പൊക്കെ കുറച്ച് റഫായിട്ടുണ്ടാവും ഓടിക്കുമ്പോൾ, ഒരു ഭാഗം ചെരിയുന്ന പോലെ എന്തൊക്കെ ഉണ്ടാവും. അതും നല്ല കംഫർട്ടായി. ഏകദേശം അല്ല, പുതിയ വണ്ടിയുടെ ഷോറൂം കണ്ടീഷൻ തന്നെ. അല്ല, നോർമലി ഞാനും ഷിജിൻ ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന വണ്ടി പലതും ഓടിച്ചു നോക്കാറുണ്ട്. അപ്പൊ എനിക്കും ആക്ച്വലി പലപ്പോഴും ഇത് പഴയ വണ്ടിയാണോ എന്നുള്ളൊരു, നോർമലി നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ഒരു റഫ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഷിജിൻ പണിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല സ്മൂത്ത് ആണ്. അതില് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നത് ഷിജിന്റെ വേണ്ടി. എന്തായാലും സാറ്റിസ്ഫൈഡ് ആണല്ലോ? ഭയങ്കര സാറ്റിസ്ഫൈഡ്. നല്ല സോഫ്റ്റ് ഉണ്ട്. ഗിയർ മാറ്റുമ്പം ഈ ഇതൊക്കെ കുറച്ച് മുമ്പൊക്കെ കറകറാണ്ടാവും. ഗിയർ ചിലപ്പം കുടുങ്ങി പോകും. ഗിയർ വീഴില്ല. അത് പിന്നെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇത് ഓടിച്ചോണ്ട് പോവാണോ ചെന്നൈയിലേക്ക്? അല്ലല്ല, ഞാൻ ആദ്യം ഫാസ്റ്റിലായിക്കാൻ വന്നു. ഭയങ്കര ദൂരം, 800 കിലോമീറ്റർ ഉണ്ട്. അതെ. അപ്പൊ ഞാൻ അത്ര ദൂരം ലോങ് റൈഡ് ചെയ്യാൻ താല്പര്യമില്ല. ഇല്ല, ഇഷ്ടമല്ല. അധികം പരിചയമില്ല. ബുള്ളറ്റ് ഒരു ഇഷ്ടമാണ്, പിന്നെ ചെറിയ ലോക്കൽ റൈഡ്സ്. ഞാൻ അടുത്ത് ഏകദേശം 100 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേക്ക് ബുള്ളറ്റ് കാറിൽ പോവാ. ബുള്ളറ്റിന്റെ പേഴ്സണൽ യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഞായറാഴ്ചയൊക്കെ പോവാ. മനസ്സിലായി. അത് നല്ല ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി വണ്ടി. പിന്നെ ഞാനത് എത്ര ബഡ്ജറ്റ് ഇതുവരെ ചോദിച്ചില്ല ഷിജിനോട്. അല്ല, അത് നമുക്ക് ചോദിക്കാം എന്തായാലും ഷിജിന്റെ അടുത്തൊരു വീഡിയോ. അല്ല, ഞാൻ ഫോണിൽ എത്രയാവുമെന്ന് ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ ഷിജിനോട് ചോദിച്ചു നോക്ക്. നമുക്കൊരു വീഡിയോ അടുത്തായിട്ട് എടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ബില്ല് കറക്റ്റ് ആയിട്ട് അയക്കും.